നമ്മളേതായാലും നിൽക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഈ പറഞ്ഞ കോവിലകം റോഡിൽ കോവിലകത്തിന് മുമ്പിലാണ്. അതിൻ്റെ ഒരു വലിയ ചരിത്രവും അനുഭവവും ഒക്കെ ഉണ്ടല്ലോ. എല്ലാവർക്കും എവിടെ ചെന്നാലും നിലമ്പൂർ കോവിലകം എന്ന് പറഞ്ഞാൽ ആ നിലയിൽ അറിയും. നമ്മുടെ തേക്ക് മ്യൂസിയം പോലെ തേക്ക് പ്ലാന്റേഷനൊക്കെ പോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒന്നുകൂടിയാണ്. ഇവിടെ വന്നിരുന്നു അല്ലേ? സ്ഥാനാർത്ഥികളൊക്കെ വന്നു. സ്വരാജ് വന്നു. ഞങ്ങൾക്ക് എല്ലാവർക്കും വളരെ കാര്യമാണ് സ്വരാജിനെ. അയാളും ജനങ്ങളുടെ ഇടയിൽ ഇറങ്ങിയിട്ട് സംസാരിക്കാനും പ്രതികരിക്കാനും എല്ലാത്തിനും ഒരു നല്ല കഴിവുള്ളൊരു വ്യക്തിയാണ്. എല്ലാവർക്കും പാവപ്പെട്ടവരൊന്നും മുതലാളിയൊന്നും അങ്ങനെ നോട്ടല്ല, എല്ലാവരും ഒരേമാതിരി സംസാരിച്ച് എല്ലാവരും കൂട്ടിപ്പിടിക്കുന്ന ഒരു സ്ഥാനാർത്ഥിയാണെന്നുള്ളത് ഞങ്ങൾക്ക് എല്ലാവർക്കും ഉറപ്പാണ്. അതായത് സ്ഥാനാർത്ഥികളുടെ ഇടയിൽ സ്വാഭാവികമായും തെരഞ്ഞെടുപ്പിൽ ഈ സ്ഥാനാർത്ഥികളെ വോട്ടർമാർ താരതമ്യം ചെയ്യുമല്ലോ. ഇന്ന് ആരാണ് അതിലൊരു കൊള്ളാവുന്ന സ്ഥാനാർത്ഥി, ആർക്കാണ് കൂടുതൽ പ്രാമുഖ്യം? അങ്ങനെ നോക്കുമ്പോൾ താങ്കളുടെ ഒരു കാഴ്ചപ്പാടിൽ ഈ പറഞ്ഞൊരു പ്രാമുഖ്യം സ്വരാജിനുണ്ടെന്നാണ്? തീർച്ചയായിട്ടും ഉണ്ട് സാർ. മറ്റ് സ്ഥാനാർത്ഥികളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഈ എല്ലാവരെയും കൊണ്ട് നമ്മളെ ഈ ഷൗക്കത്ത് നമ്മളെ ഏറ്റവും അടുത്ത സ്ഥാനാർത്ഥിയാണ്. അതിനും അടുത്തായിരിക്കാൻ നമ്മളെ സ്വരാജിന് ഞങ്ങൾക്ക് എല്ലാവർക്കും തോന്നിയിട്ടുണ്ട്. നല്ലൊരു സ്ഥാനാർത്ഥി. ഷൗക്കത്ത് മുമ്പ് ഇവിടെ നഗരസഭയാവുന്നതിന് മുമ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് ഉണ്ടായിരുന്നു. പക്ഷെ അടുപ്പമുള്ള ആളാണ്, അതിലും അറിവുള്ള ഒരാളാണ്. പക്ഷെ ജനങ്ങളെ ആയിട്ട് ഏറ്റവും കൂടുതൽ ഇടപഴകാനും സംസാരിക്കാനും ആൾക്കാർ എല്ലാ ലോകവിവരം അറിവുള്ള ഒരാളാണ് സ്വരാജ്. അത് നാട്ടിലേക്ക് അങ്ങനെ ചർച്ചയുണ്ടോ സ്വരാജിന്റെ അറിവിനെ പറ്റിയൊക്കെ? അറിവിനെ പറ്റി എല്ലാവർക്കും അറിയാം. എല്ലാ സ്ഥലങ്ങളിലും എല്ലാവരോടും സംസാരിക്കാനും എല്ലാ കാര്യങ്ങൾക്കും വളരെ പ്രാവീണ്യം നേടിയ ഒരാളാണ് സ്വരാജ്. ഇപ്പോൾ അൻവർ ഇവിടെ MLA ആയിരുന്ന ആളാണ്. അൻവർ രാജിവെച്ചു. UDF വേറെ ആൾ മത്സരിക്കുന്നതിനെ സംബന്ധിച്ച് ജോയ് മത്സരിക്കുന്നതിനെ കുറിച്ചൊക്കെയാണ് അൻവർ നിർദ്ദേശിച്ചത്. UDF സഹകരണത്തിലേക്ക് പോയില്ല, അത് വലിയ ഭിന്നതയായി മാറി. അൻവർ വീണ്ടും മത്സരിക്കുകയാണല്ലോ. അൻവർ വീണ്ടും മത്സരിക്കുന്നതിന് ഇപ്പോൾ എന്തായ അദ്ദേഹം ഒരു കുത്തിത്തിരിപ്പിലെ ആളാണ് എൻ്റെ അഭിപ്രായം. അദ്ദേഹം ഒരു പാർട്ടിയെ വിജയിപ്പിക്കുക, അദ്ദേഹത്തിൻ്റെ സ്വന്തം സ്വാധീനത്തെ മാത്രം ഉയർത്തിയുള്ള ഒരാളാണ്. അതിന് പിൻഗാമികളായിട്ട് കുറച്ച് ആൾക്കാർ അവരുടെ കൂടെ അതിനോട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നുള്ളൂ. അല്ലാതെ ഒരു പൊതുജനങ്ങൾക്ക് ഒരു ഉപകാരം ചെയ്യുന്നുള്ള ഒരു വിശ്വാസമല്ല. ഇവിടെ MLA ആയി വന്നിരുന്നല്ലോ. ഞങ്ങളുടെ നിലമ്പൂരിന് വേണ്ടി, ഞങ്ങളുടെ ഈ നാടിന് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല അദ്ദേഹം. ഒരു ഉപകാരം ചെയ്യില്ല. വന്നപ്പോഴത്തേന് കുത്തിത്തിരിപ്പായിട്ടാണ്, വെറും പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി മാത്രം വന്നൊരു MLA ആണ് അൻവർ. അതേസമയം ഇപ്പം നമ്മൾ ഈ മണ്ഡലത്തിലൂടെ അങ്ങോളം ഇങ്ങോളം സഞ്ചരിക്കുമ്പോൾ വന്നിട്ടുള്ള വലിയ പുതിയ റോഡുകൾ, മലയോര ഹൈവേ, ഇങ്ങനെ ഒട്ടേറെ കാര്യങ്ങൾ ഈ സർക്കാരിൻ്റെ ഇപ്പോൾ ആര്യാടൻ മുഹമ്മദ് ദീർഘകാലം ഇവിടെ MLA ആയിരുന്ന ആളാണ്. അതിനുശേഷം ഈ 9 വർഷക്കാലത്തെ LDF സർക്കാർ വന്നതിന് ശേഷം ഈ വികസനത്തിൽ ഒരു താരതമ്യം ആളുകൾ പറയുന്നുണ്ട്. ഈ സർക്കാർ വന്നതിന് ശേഷം വലിയ തോതിലുള്ളൊരു ഒരു മണ്ഡലത്തിൻ്റെ വികസനം. അത് എങ്ങനെയാണ് നിങ്ങളുടെയൊക്കെ ഒരു അനുഭവത്തിൽ ഉള്ളത്? സത്യസന്ധമായ അനുഭവം. LDF വന്നതിന് ശേഷമാണ് എല്ലാത്തിനും വികസനം. എല്ലാ ഗ്രാമങ്ങൾക്ക് വെള്ളം, കുടിവെള്ളം, കരണ്ട്, പാർപ്പിടം, അതിന് റോഡുകളുടെ വികസനം. ഇപ്പൊ ഈ നിലമ്പൂരിൽ തന്നെ ഓട്ടോറിക്ഷ സ്റ്റാൻഡുകൾക്ക് തീരെ ഇടമില്ലാത്തൊരു സ്ഥലമായിരുന്നു. ഇപ്പോൾ ഓട്ടോറിക്ഷ സുഖമായിട്ട് റോഡിൽ തന്നെ ഇട്ടിട്ട് ഡബിൾ റോഡ് മാറി. പ്രോഗ്രാം ചെയ്യുന്ന സമയത്തെ കുട്ടൻ പലരും പറഞ്ഞതിൻ്റെ ഒരു അനുഭവം, അതായത് ചില സ്ഥലത്തേക്കൊക്കെ നിങ്ങൾ ചെന്ന് നോക്കൂ, റോഡിന്റെ വീതി നോക്കൂ. ചില സ്ഥലങ്ങൾ പറഞ്ഞു, ചില സ്ഥലങ്ങളിൽ തീരെ ഇടുങ്ങിയ പഴയ കാലത്തെ ചില സ്ഥലങ്ങൾ, പക്ഷെ ഇപ്പോഴത്തെ ചില സ്ഥലങ്ങളും റോഡിന്റെ വീതി കൂടിയിട്ട് പലയിടത്തും കൂടിയിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലേ? തീർച്ചയായിട്ടും കൂടി സാറേ. നിലമ്പൂരിലെ അവസ്ഥയാണ് സാറേ. ഓടവഴിയിലൂടെ വെള്ളം ശരിക്കും മഴ പെയ്താൽ നമുക്ക് ഇടയിലേക്ക് പോകാൻ വഴിയില്ലായിരുന്നു, സൈഡിലായിരുന്നു. ഇപ്പൊ അതിനൊക്കെ ഉള്ള വഴി സൈഡും ഇഷ്ടംപോലെ ആയില്ലേ? ഇഷ്ടംപോലെ 2 വണ്ടികൾക്ക് പ്രളയ സമയത്ത് ഇവിടെ വലിയൊരു ദുരിതം വന്ന സ്ഥലമായിരുന്നല്ലോ. അപ്പൊ അതിന്റെയൊക്കെ ഒരു അതിജീവനം എങ്ങനെയായിരുന്നു ആ സമയത്തൊക്കെ? പ്രളയ ജീവിതത്തിൽ വളരെ കഷ്ടമായിരുന്നു. ഞങ്ങൾക്കൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ഇറങ്ങാൻ പറ്റാത്ത വളരെ ഒരു കഷ്ടത്തിലായിരുന്നു. എല്ലാം കരകയറിയത് ഇടതുപക്ഷ സർക്കാർ മുഖേനയാണ്. ഇതിലൊക്കെ വെള്ളം കയറിയിരുന്നു. ഇവിടെ ഈ അമ്പലത്തിന്റെ ഫ്രണ്ടിലൊക്കെ വെള്ളമായിരുന്നു. ഇപ്പൊ റോഡും പുഴകളൊക്കെ നന്നാക്കി, റോഡ് പിന്നെ തോടുകളെല്ലാം വലിച്ചു കോരി എല്ലാം ചണ്ടി റോഡിന്റെ കനാലകൾ എല്ലാം വൃത്തിയാക്കി ഒക്കെ LDF സർക്കാർ വന്നതിന് ശേഷം.